ഹായ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും ആക്സിലറേറ്റഡ് ആയിട്ടുള്ള നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതിന് മറ്റൊരു എക്സാമ്പിളാണ് ഇവിടെ പറയാൻ പോകുന്നത്, മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ലിഫ്റ്റിൽ കയറിയിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാനൊരു സ്കീമാറ്റിക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. സോ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഒരു 4th 5th ഫ്ലോറിലേക്ക് ഒരാൾ എന്ത് ചെയ്യുന്നു, ലിഫ്റ്റിൽ കയറിയിട്ട് പോവാണ്. ഇത് ലിഫ്റ്റാണ്. സോ ഈ വരച്ചിരിക്കുന്നത് ലിഫ്റ്റാണെന്ന് വിചാരിക്കാം. സോ ലിഫ്റ്റിൽ ഒരാൾ എൻ്റർ ചെയ്തിരിക്കുന്നു, ആളുടെ മാസ് എം ആണെന്ന് വിചാരിക്കുക. സോ എം മാസുള്ള ഒരു വ്യക്തി ലിഫ്റ്റിൽ എൻ്റർ ചെയ്തു. ലിഫ്റ്റിൽ എങ്ങോട്ട് വന്നു, 5th ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ 4th ഫ്ലോറിലേക്ക് മൂവ് ചെയ്യാണ്. സോ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സലേഷൻ ഉണ്ടാവുന്നു, അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്സലേഷൻ ഉണ്ടാവുന്നത്. സോ ആ ആക്സലേഷൻ നമ്മൾ A0 എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, A0 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ വ്യക്തിക്ക് മുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും ഈ വ്യക്തിയുടെ മാസാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, എം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാസ് കൊണ്ട് വ്യക്തിക്ക് ആക്ട് ആവുന്ന ഫോഴ്സ് ആണല്ലോ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആയിരിക്കും അല്ലേ. mg ആയിരിക്കും ഇയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഈ വെയിറ്റ് തന്നെയാണ് ഇയാളുടെ മുകളിൽ ആക്ട് ആവുന്ന യഥാർത്ഥത്തിലുള്ള ഫോഴ്സ് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി അല്ലേ. സോ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ഫോഴ്സ് ആണ്. അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ഉണ്ടാവുക. സോ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അട്രാക്റ്റീവ് ഫോഴ്സിന് നമുക്ക് നെഗറ്റീവ് സൈൻ കൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ ആക്ച്വലി ഇവിടെ ഉണ്ടാവുന്ന ആക്ച്വൽ ഫോഴ്സ് എന്ന് പറയുന്നത് -mg ആയിരിക്കും. ഈ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ലിഫ്റ്റിലുള്ള ആളുടെ ആക്ച്വൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സിന്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ഇതാണ്, F' = F - m A0 എന്ന് പറയുന്നത്. ഇവിടെ F' എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ ആക്സലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് കാരണം ഒബ്ജക്റ്റിന് മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് അല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, F' എന്ന് പറയുന്നത്. ഇവിടെ F എന്ന് പറയുന്ന ആക്ച്വൽ ഫോഴ്സ് ആണ്, -m A0 എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. സോ ഇവിടെ ആ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ആക്സലറേഷൻ കാരണം ഒബ്ജക്റ്റിന് മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് = സമ്മേഷൻ ഓഫ് ആക്ച്വൽ ഫോഴ്സ് ആൻഡ് ദി ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. സോ ഇവിടെ F' എന്ന് പറയുന്നത് നമുക്ക് കാണാം, F' എന്ന് പറയുന്നത് എന്താണ്, F - m A0 ആണ്. F = F - m A0 ആണ്. F എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ഫോഴ്സ് ആണ്. ആക്ച്വൽ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ്, -mg ആണ്. സോ -mg. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. സോ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് -m A0 ആണ്. കാരണം ഇവിടെ m എന്ന് പറയുന്ന മാസുള്ള വ്യക്തിയാണ് A0 ആക്സലറേഷനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് കിട്ടുന്നു, F' = -mg -m0 കിട്ടുന്നു. ഇവിടെ -m രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തെടുക്കുന്നു. ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്ന സമയത്ത് എന്താവും, g + A0 ആണ്. സോ -m × g -mg -m × A0 -m A0. സോ ഇത് എന്തിന് ഈക്വലന്റ് ആണ്, ഇതിന് ഈക്വലന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, F' = -mg + A0 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, യഥാർത്ഥത്തിൽ ഈ ആക്സലറേഷൻ കൊണ്ട് ലിഫ്റ്റിൽ പോകുന്ന ആൾ അപ്വേർഡ് ഡയറക്ഷനിൽ മുകളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ കൊണ്ട് ഈ ആൾക്ക് തോന്നുന്ന എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. സോ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആക്ച്വൽ ഫോഴ്സ് -mg ആണ്, പക്ഷേ ഇവിടെ എന്താണ് വരുന്നത്, -mg + A0 ആണ്. അപ്പം എക്സ്ട്രാ ആഡ് ആവുക വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഒറിജിനൽ ആക്ച്വൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇദ്ദേഹത്തിന് വെയിറ്റ് അധികമാവുന്ന പോലെ, ഇൻക്രീസ് ആവുന്ന പോലെ തോന്നും. എപ്പോൾ, ലിഫ്റ്റ് മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത്. ക്ലിയർ ആണോ? ഇനി ഇതിന് ഓപ്പോസിറ്റ് നോക്കി നോക്കാം നമുക്ക്. എന്താണ്, ഉദാഹരണത്തിന് ഇപ്പോൾ 5th ഫ്ലോറിൽ ഇദ്ദേഹം എത്തിയെന്ന് വിചാരിച്ചോളൂ, മാസ് m ആണ്. m മാസുള്ള ഒബ്ജക്റ്റ് ആ വ്യക്തി 5th ഫ്ലോറിൽ റീച്ച് ആയി. ഇനി പുള്ളി എന്ത് ചെയ്യുന്നു, 5th ഫ്ലോറിന് നേരെ താഴേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരികയാണ്. സോ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വിത്ത് ആക്സലറേഷൻ A0 മൂവ് ചെയ്യാണ്. സോ നമ്മൾ നേരത്തെ എടുത്തത് അപ്വേർഡ് ഡയറക്ഷൻ +A0 ആയതുകൊണ്ട് ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്തായിരിക്കും, -A0 ആയിരിക്കും പുള്ളിക്കാരൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ ഈ കണ്ടീഷൻ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ F' = F - m0 ആണ്. ഇവിടെ F എന്ന് പറയുന്നത് ആക്ച്വൽ ഫോഴ്സ് ആണ്. ആക്ച്വൽ ഫോഴ്സ് ഇവിടെ എന്താണ്, mg തന്നെയാണ് ആക്ച്വൽ ഫോഴ്സ്. കാരണം ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിലും അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിലും എർത്ത് ഈ ആളുടെ മേലെ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി എർത്ത് ആണ്. അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ -mg തന്നെയാണ് ഇവിടെയും അദ്ദേഹത്തിന്റെ ആക്ച്വൽ ഫോഴ്സ് എന്ന് പറയുന്നത്. -m A0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ -A0 ആണ്. സോ m × -A0 ആയിട്ട് മാറും.
അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി പ്ലസ് എം എ നോട്ട് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ മൈനസ് എമ്മിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് എന്നുള്ള എന്തായിട്ട് മാറും? മൈനസ് എം ഇൻറ്റു ജി മൈനസ് എ നോട്ട് ആവും. കാരണം മൈനസ് എം ഇൻറ്റു ജി മൈനസ് എം ജി, മൈനസ് എം ഇൻറ്റു മൈനസ് എ നോട്ട് പ്ലസ് എം എ നോട്ട്. സോ ഇതെന്താണ്? ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ പേഴ്സൺ, ഈ ലിഫ്റ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് എം ഇൻറ്റു ജി മൈനസ് എ നോട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ആക്ച്വൽ അയാളുടെ ഫോഴ്സ് എത്രയാണ്? മൈനസ് എം ജി ആണ്. പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ഫോഴ്സ് എത്രയാണ്? ജി മൈനസ് എ നോട്ട് ആണ്. ജിയിൽ നിന്ന് എ നോട്ട് കുറഞ്ഞു. സോ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോറിൽ നിന്നും താഴത്തേക്ക് ലിഫ്റ്റിൽ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ വെയിറ്റ് ആക്ച്വലി കുറയുന്നതായിട്ട് കാണാം, വെയിറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം ഇവിടെ ജി മൈനസ് എ നോട്ട് ആണുള്ളത്. ആ സമയം നമ്മൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ വെയിറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും, കാരണം ഇവിടെ ജി പ്ലസ് എ നോട്ട് ആണുള്ളത്, അല്ലേ? ഇത് നിങ്ങൾക്ക് ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇല്ലെങ്കിൽ ഇനി മുതലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വെയിറ്റ് കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും, താഴത്തേക്ക് കൂടുതലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുപോലെ തോന്നും. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആവുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഇനി മൂന്നാമതൊരു കേസ് എടുത്ത് നോക്കൂ. നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈക്വേഷനിൽ നമ്മൾ ഇഫ് എ നോട്ട് ഇസ് ഈക്വൽ ടു ജി ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ 5th ഫ്ലോറിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന സമയത്ത് സപ്പോസ് ഈ ലിഫ്റ്റ് ബ്രേക്ക് ആയി എന്ന് വിചാരിക്കാം. ബ്രേക്ക് ആയാലും എന്തായി മാറും? ഇത് നേരെ ഫ്രീ ആയിട്ട് താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ എ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ ലിഫ്റ്റ് ബ്രേക്ക് ആയിട്ട് നേരെ പൊട്ടി വീഴുകയാണെങ്കിൽ ആ ജി എത്രയാണോ അതേ ആക്സലറേഷനിൽ താഴേക്ക് വീഴുന്നത്. സോ എന്തായി മാറും? എ നോട്ട് എന്നുള്ളത് ജി ആയിട്ട് മാറും, അല്ലേ? എ നോട്ട് എന്നുള്ള ജി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്തായി മാറും? എഫ് ഡാഷ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ജി മൈനസ് എ നോട്ടിന് പകരം മൈനസ് എ നോട്ടിന് പകരം എന്താവും? മൈനസ് ജി ആയിട്ട് മാറും. സോ മൈനസ് എം ഇൻറ്റു ജി മൈനസ് ജി ആയി മാറും. ജി മൈനസ് ജി ആയിട്ട് മാറും 0 ആയിട്ട് മാറും. സോ 0 ഇൻറ്റു മാസ് ഈ ടോട്ടൽ 0 ആയിട്ട് മാറും. സോ എഫ് ഡാഷ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് വീഴുന്ന സമയത്ത് ലിഫ്റ്റ് ബ്രേക്ക് ആവുകയാണെങ്കിൽ താഴേക്ക് വീഴുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ മാസ്ലെസ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. കാരണം ഇവിടെ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് മാറും. സോ നമുക്ക് ഒരു ഫീൽ എന്താ പറയേണ്ടത്? വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ലിഫ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, പൊട്ടി വീഴുകയാണെങ്കിൽ, അതായത് എ ഈക്വൽ ടു ജി എന്ന് പറയുന്ന വാല്യൂയിലേക്ക് വരികയാണെങ്കിൽ, അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കൂടുതലായിട്ട് മനസ്സിലാവാൻ ഈ മോഷൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു എക്സാമ്പിളാണ്. സോ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ.